ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ജഡ്ജിമാരുടെ സന്ദർശനമുണ്ടായിരുന്നു. ഇവിടെ മാനസികാരോഗ്യം അതിൻ്റെ പോരായ്മയുണ്ട്, ശരിയാണ്, അംഗീകരിക്കുന്നു. അതിൻ്റെ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഞാൻ അടുത്ത ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഞാൻ ആശുപത്രി സന്ദർശിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് പോരായ്മകളുണ്ട്. കാരണം പല ഈ സ്വകാര്യമായി നടത്തുന്ന ചില സ്ഥാപനങ്ങളുണ്ടല്ലോ, മാനസിക ആരോഗ്യത്തിൻ്റെയൊക്കെ പറഞ്ഞിട്ട്, അവിടെ കൊടുക്കുന്ന സൗകര്യങ്ങൾ പോലും ഈ സർക്കാർ ആശുപത്രിയിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒന്നാമത് ഈ ടോയ്ലറ്റുകളൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അവിടെ മുമ്പ് സന്ദർശിച്ചിട്ടുള്ളതാണ്, ടോയ്ലറ്റുകളൊക്കെ വളരെ വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ ബദൽ സംവിധാനം എന്തായാലും ഉണ്ടാക്കും. മാനസിക രോഗികളോട് തികച്ചും അനുകൂലമായ സമീപനമാണ് സർക്കാരിനുള്ളത്. കാരണം അതിൽ പലരെയും നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയും. ഈ പുനരധിവാസത്തിൻ്റെ കാര്യത്തിലും നടപടികൾ ഉണ്ടാവും. അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. കാരണം ഇത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പുനരധിവാസം എന്ന് പറയുന്നത്. ഇവർ പലരും രോഗം മാറിയെങ്കിലും വീട്ടിൽ കൊണ്ടുപോകാൻ ആരും തയ്യാറാവുന്നു. 55 പേര് മാറി രോഗം. അതാ ഞാൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, അങ്ങനെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിയോജകമണ്ഡലമാണെന്ന് പറഞ്ഞു. സന്തോഷം, ഇങ്ങനെ ഒരു രോഗം മാറി, പക്ഷേ വീട്ടിൽ മരുന്ന് കൊടുക്കാനൊന്നും ആരുമില്ല, അതുകൊണ്ട് അവിടെ തന്നെ നിർത്തണം. ഞാൻ നടക്കില്ല അവർ പറഞ്ഞു. രോഗം മാറിയാൽ വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ പക്ഷേ അങ്ങനെ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് പുനരധിവാസത്തിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആലോചിക്കണം.